ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ 5th സെമിസ്റ്ററിലെ മെഡിസിനൽ കെമിസ്ട്രിയിലെ ആന്റി ഹിസ്റ്റമിൻസ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഫ്രണ്ടുമായിട്ടുള്ള മിസ്രിയ നമ്മളോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തതിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ടോപ്പിക്ക് ഏതാണെന്നുള്ളത് നമ്മുടെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആ ടോപ്പിക്ക് എടുത്തു കൊടുക്കുന്നതായിരിക്കും. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റി ഹിസ്റ്റമിനില് ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ആ ഒരു ടോപ്പിക്ക്, പിന്നെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ സ്ട്രക്ചർ ഓഫ് H1 ആന്റഗോണിസ്റ്റ്, അതായത് ഫസ്റ്റ് ജനറേഷനിലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നുള്ളത് സിന്തസിസ് ആണ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മള് ആന്റി ഹിസ്റ്റമിൻസ്. ഈ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഹിസ്റ്റമിൻ എന്ന് അറിയണം അല്ലെ. ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ബയോളജിക്കലി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ ആ കോമ്പൗണ്ട് എന്താണ്, അതിനെയാണ് ഈ ഹിസ്റ്റമിൻ. ഹിസ്റ്റമിൻ എവിടുന്ന ഉണ്ടാവുന്നത്? നമ്മുടെ അമിനോ ആസിഡ് എൽ ഹിസ്റ്റഡിൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡിൽ നിന്നാണ് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. ഇത് ബോഡിയിൽ ശരിക്കും എവിടെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടാവുക? ഇത് വെസിക്കിൾസ്, മാസ്റ്റ് സെല്ല്, ബേസോഫിൽസ്, ഇയോസിനോഫിൽസ്, ഇങ്ങനത്തെ വെസിക്കിൾസിന്റെ അകത്തായിരിക്കും ഹിസ്റ്റമിൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഹിസ്റ്റമിൻ എവിടുന്ന് ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ നോക്കാം. എൽ അമിനോ ആസിഡിൽ നിന്നാണ് ഹിസ്റ്റമിൻ ഉണ്ടാവുന്നത്. എൽ ഹിസ്റ്റഡിൻ നിന്ന്. എൽ ഹിസ്റ്റഡിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ്, ഇതാണ് എൽ ഹിസ്റ്റഡിൻ നിന്ന് അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡിൽ നിന്നിട്ട് എന്തിന്റെ പ്രസൻസിൽ? ഹിസ്റ്റഡിൻ ഡീകാർബോക്സിലേസ്. ഹിസ്റ്റഡിൻ ഡീകാർബോക്സിലേസ്. ഈ ഒരു എൻസൈമിന്റെ പ്രസൻസിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഹിസ്റ്റമൈൻ എന്നൊരു അമൈൻ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ട്, ബയോളജിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് മെയിൻലി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് മാസ്റ്റ് സെൽസിൽ. മാസ്റ്റ് സെൽസ്, ഇയോസ്നോഫിൽസ്, ബേസോഫിൽസ്, ഈ ഒരു പോർഷനിലൊക്കെ, ഇതിന്റെയൊക്കെ വെസിക്കിൾസിലായിരിക്കും ഹിസ്റ്റമിൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഹിസ്റ്റമിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്തായിരിക്കും അതിന്റെ ഫംഗ്ഷൻ? അത് എന്തിനാണ് പോയി ആക്ട് ചെയ്യണത്? നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. പല പല സ്ഥലത്തും പല പല ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് ഏതെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഈ ഹിസ്റ്റമിൻ വെസിക്കിളിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഈ ഹിസ്റ്റമിൻ എന്ത് ചെയ്യും? റിലീസ് ആവും. റിലീസ് ആയിട്ട് ഈ ഹിസ്റ്റമിൻ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഫോറിൻ പാർട്ടിക്കിൾസ് വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് തുമ്മുന്നു അല്ലെ. എന്തെങ്കിലും പൊടി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തുമ്മോ, ജലദോഷം, ഇച്ചിങ് ഫീല്, ഈ ഫീലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ഇവിടെ വന്നിരിപ്പുണ്ട്. സോ നമ്മുടെ ഹിസ്റ്റമിൻ എന്ത് ചെയ്യും? ഈ വെസിക്കിൾസിൽ നിന്ന് റിലീസ് ആയിട്ട് പോയിട്ട് ആ റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻസ് വരും? നമുക്ക് ഇച്ചിങ് ഫീൽ വരും, അതുപോലെ തുമ്മല്, അലർജി, അങ്ങനത്തെയൊക്കെ റൈനൈറ്റിസ്, അങ്ങനത്തെയൊക്കെ റിയാക്ഷൻസ് വരും. സോ ആന്റി ഹിസ്റ്റമിൻസ് അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ആന്റി ഹിസ്റ്റമിൻസ് എന്താണ്? ഈ ഫീലിങ്ങിനെയൊക്കെ തടയാൻ വേണ്ടി ഹിസ്റ്റമിൻ റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആന്റി ഹിസ്റ്റമിൻസിന്റെ ഡ്രഗ്സ് കൊടുക്കുന്നത്. സോ ഈ റിസപ്റ്റേഴ്സ് നമുക്ക് അറിയണ്ടേ, റിസപ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അറിയണം. എന്നാലും നമുക്ക് ഡ്രഗ് കൊടുക്കുമ്പോൾ ആ ഡ്രഗ് എവിടെ ചെന്ന് തടയണം എന്ന് അറിയണ്ടത്. അപ്പൊ എത്ര റിസപ്റ്റേഴ്സ് ആണ് ഹിസ്റ്റമിനുള്ളത്? അറിയോ ആർക്കെങ്കിലും എത്ര റിസപ്റ്റേഴ്സ് ആണ് ഹിസ്റ്റമിനുള്ളത്? 4 റിസപ്റ്റേഴ്സ് അല്ലെ. 4 റിസപ്റ്റേഴ്സ് ആണ് ഹിസ്റ്റമിനുള്ളത്. ഏതൊക്കെ? H1, H2, H3, H4. 4 റിസപ്റ്റേഴ്സ്, മെയിൻലി 4 റിസപ്റ്റേഴ്സ് ആണുള്ളത്. H1, H2, H3, H4. മെയിൻലി നമുക്ക് ഈ H1 ഉം H2 ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ്. H1 റിസപ്റ്റേഴ്സും ശരിക്കും ഈ H1 റിസപ്റ്റേഴ്സും H2 റിസപ്റ്റേഴ്സും ആണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ H1 റിസപ്റ്റേഴ്സ് എവിടേക്കായിരിക്കും പ്രസന്റ് ആവുക? H1 റിസപ്റ്റേഴ്സ് നമുക്ക് ബ്ലഡിൽ പ്രസന്റ് ആവും, ബ്ലഡ് വെസൽസിൽ പ്രസന്റ് ആവും. ബ്ലഡ് വെസൽസിൽ പ്രസന്റ് ആവുന്ന H1 റിസപ്റ്റേഴ്സിന്റെ ആക്ഷൻ എന്തായിരിക്കും? വാസോഡൈലേഷൻ കാണിക്കും. അതേപോലെ തന്നെ വേറെ റിസപ്റ്റർ സ്മൂത്ത് മസിൽസ് ഇൻ ലങ്സ്. ഇവിടെയും നമ്മുടെ ആരുണ്ട്? H1 റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ എന്തായിരിക്കും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നുള്ളത് എവിടെയാ? പെരിഫറൽ നെർവ് എൻഡിങ്സിൽ. പെരിഫറൽ
നെർവ് എൻഡിങ്സിൽ. പെരിഫറൽ നെർവ് എൻഡിങ്സിൽ ഉണ്ടാവുന്നതിന് എന്ത് ഫീലിംഗ് തരും? ഇച്ചിങ് അല്ലെ, ഇച്ചിങ് ഫീൽ ചെയ്യും. അപ്പോ ഈ ഹിസ്റ്റമിൻസ് ഇപ്പൊ നമുക്ക് ഒരു പൊടി അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി വന്നിരുന്ന് അപ്പൊ എന്താ വെച്ചാൽ ഹിസ്റ്റമിൻ വന്നിട്ടുണ്ട്, പ്രാണി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റമിൻ എന്ത് ചെയ്യും? വെസിക്കിൾസ്, അതായത് മാസ്റ്റ് സെല്ലിലും ഇയോസിനോഫിൽസിലും സ്റ്റോർ ചെയ്ത ഹിസ്റ്റമിൻ പോയി പുറത്തിയാടും. ഈ പുറത്തിയാടുന്ന ഹിസ്റ്റമിൻ ചിലപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യും? പെരിഫറൽ നെർവ് എൻഡിങ്സിൽ കയറിയിട്ടുള്ള അവിടെയുള്ള H1 റിസപ്റ്ററുകൾ ബൈൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പൊ ഇനി ചൊറിച്ചിൽ വരുമ്പോൾ എല്ലാവരും ആലോചിക്കണം, ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് വന്ന് പെരിഫറൽ നെർവ് എൻഡിങ്ങിൽ വന്നിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ചൊറിയിടുന്നു. അങ്ങനെ ആലോചിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പൊ ഇതൊന്നും ഒരിക്കലും മറക്കൂല. എപ്പോഴും നമുക്ക് തുമ്മല് ജലദോഷമൊക്കെ വരുന്ന നമ്മൾ ആലോചിക്കാം, ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് വന്നിട്ട് എവിടെ H1 റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത്, അതുകൊണ്ടാണ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, ബ്രോങ്കോ വാസോ ഡൈലേഷൻ ഇതൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഹിസ്റ്റമിൻ ആണ് ഇതിനൊക്കെ അലർജിക്കിനും എല്ലാത്തിനും കാരണം എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. ഇനിയുള്ളത് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ആള് ആരാണ്? H2 റിസപ്റ്റേഴ്സ് അല്ലെ. H2 റിസപ്റ്റേഴ്സിന്റെ പ്രൈമറി ടാർഗറ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് GERD ആയിരിക്കും. അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിനും അതുപോലെ പെപ്റ്റിക് അൾസർ ഉണ്ടാക്കാനും മെയിൻ ആളാണ് H2 റിസപ്റ്റർ. അപ്പൊ നമ്മൾ ഹിസ്റ്റമിൻ എല്ലാവർക്കും അറിയാം അല്ലെ. തുമ്മല് ഇതിനൊക്കെ നമ്മൾ കൂടുതലും സിട്രസിൻ കഴിക്കും. ഇപ്പൊ ഒരു തുമ്മല് വന്ന് ഓടി വന്നിട്ട് സിട്രസിൻ വന്ന് ചോദിക്കും, എന്നിട്ട് പറയും സിട്രസിൻ കഴിച്ചു കഴിഞ്ഞാൽ മാറുന്നു. സിട്രസിൻ എന്താണ്? നമ്മുടെ ഹിസ്റ്റമിന്റെ ആന്റി ഹിസ്റ്റമിൻ ആണ് സിട്രസിൻ, അതുകൊണ്ടാണ് നമ്മൾ സിട്രസിൻ കഴിക്കുന്നത്. അതുപോലെ H2 റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെപ്റ്റിക് അൾസറിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി നമ്മൾ തുമ്മൽ അലർജി ആണ് ഹിസ്റ്റമിൻ എന്ന് വിചാരിച്ചാലും പെപ്റ്റിക് അൾസറിന് നമുക്ക് ആരുണ്ട്? H2 റിസപ്റ്ററിന്റെ ഉണ്ട്. അപ്പൊ പെപ്റ്റിക് അൾസറും GERD ആണ് ഇതിന്റെ മെയിൻ കാര്യം. പെപ്റ്റിക് അൾസറും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസും ഇതാണ് ഇതിന്റെ പ്രൈമറി ടാർഗറ്റ്. അപ്പൊ ഇതിനെയാണ് എഫക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് ആണ് H2 റിസപ്റ്റർ തന്നെ എന്നുണ്ടെങ്കിൽ ഇത് എവിടെയായിരിക്കും പ്രസന്റ് ആയിരിക്കുക? ഓഫ് കോഴ്സ് ഇത് എവിടെയാണ്? നമ്മുടെ GI ട്രാക്റ്റിലായിരിക്കും അല്ലെ. ഈ ഒരു എഫക്റ്റ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ GI ട്രാക്റ്റിലായിരിക്കും H2 റിസപ്റ്റർ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഹിസ്റ്റമിൻ ചെന്നിട്ട് H2 റിസപ്റ്ററിനാണ് ബൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവും. പെപ്റ്റിക് അൾസറും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസും. ഇനിയുള്ളത് നമ്മുടെ H3 H4 അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. H3 റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് CNSലായിരിക്കും. CNSലാണ് അത് ലൊക്കേറ്റഡ് ഓൺ പ്രീസിനാപ്റ്റിക് ടെർമിനൽസ്. പ്രീസിനാപ്റ്റിക് ടെർമിനൽസിലാണ് നമ്മുടെ H3 റിസപ്റ്ററിന്റെ ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ നെക്സ്റ്റ് H4 റിസപ്റ്റേഴ്സ് മെയിൻലി ഇൻവോൾവ് ആയിരിക്കുന്നത് ഇമ്മ്യൂണോളജിക്കൽ ആക്ഷൻസിലായിരിക്കും. ഇമ്മ്യൂണോളജിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ റെഗുലേഷൻ അതിലേക്കായിരിക്കും H4 റിസപ്റ്റർ ഉള്ളത്. ഇമ്മ്യൂൺ റെഗുലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അപ്പൊ ഇമ്മ്യൂണിറ്റി റിലേറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയായിരിക്കും ലൊക്കേഷൻ? ഇതിന്റെ മെയിൻ ആക്ഷൻ ഇമ്മ്യൂൺ റെഗുലേഷൻ ആണെങ്കിൽ ഇതിന്റെ ലൊക്കേഷൻ കൂടുതൽ എവിടെയായിരിക്കും? T സെൽസിലൊക്കെ അല്ലെ. T സെൽസില് അതേപോലെ ബോൺ മാരോയില് ഇവിടേക്ക് ആയിരിക്കും മെയിനായിട്ട് ഇത് കണ്ടുവരുന്നത്. ഇതൊക്കെ ഈ റിസപ്റ്റർ കണ്ടുവരുന്നത് T സെൽസ്, ബോൺ മാരോ ഇവിടേക്ക് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്? ക്വസ്റ്റ്യൻസ് ഒരുപാട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി അഥവാ വന്നു കഴിഞ്ഞാല് ആന്റി ഹിസ്റ്റമിൻ എന്താണെന്നും പിന്നുള്ളത് അതിന്റെ റിസപ്റ്റേഴ്സ് 4 റിസപ്റ്റേഴ്സ് ഉണ്ട്. H1, H2, H3, H4 എന്ന് 4 റിസപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ബ്ലഡ് വെസൽസിലുള്ള H1 റിസപ്റ്റർ എവിടെയൊക്കെ ലൊക്കേഷൻ വേണ്ടത്? ബ്ലഡ് വെസൽസിൽ, സ്മൂത്ത് മസിൽസ് ഇൻ ലങ്സ്, അതുപോലെ പെരിഫറൽ നെർവ് എൻഡിങ്സിൽ. ബ്ലഡ് വെസൽസിലാണെങ്കിൽ വാസോഡൈലേഷൻ, സ്മൂത്ത് മസിൽസ് ലങ്സ് ആണെങ്കിൽ എന്ത് എഫക്ട് വരും? ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. പെരിഫറൽ നെർവ് എൻഡിങ്സിലാണെങ്കിൽ ഇച്ചിങ് ഫീൽ തരും. അതുപോലെ H2 റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കും? എന്ത് എഫക്ട് ആയിരിക്കും? പെപ്റ്റിക് അൾസറും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ആയിരിക്കും വരാം. അപ്പൊ ഇത് എവിടെയായിരിക്കും? GI ട്രാക്റ്റിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരാം. H3 റിസപ്റ്റേഴ്സ് ആണെങ്കിൽ CNSലാണ് ലൊക്കേറ്റഡ് ഓൺ പ്രീസിനാപ്റ്റിക് ടെർമിനൽസിലായിരിക്കും. പിന്നെ H4 ആണെങ്കിൽ മെയിൻ ആക്ഷൻ തരുന്നത് ഇമ്മ്യൂൺ റെഗുലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ T സെല്ലിലും ബോൺ മാരോയിലായിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരാം. ജസ്റ്റ് ഒന്ന് വലിച്ചേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എഴുതാൻ മതി. ഇത് അധികം ചോദിച്ച് കാണാത്ത ക്വസ്റ്റ്യൻ, ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക ഈ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് പ്രസന്റ് ആയിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ആന്റി ഹിസ്റ്റമിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ അല്ലെ. ആദ്യം ഉണ്ടായ ഫസ്റ്റ് ജനറേഷനിൽ ആരൊക്കെയാണ് നോക്കാം.
ഫസ്റ്റ് ജനറേഷൻ നമുക്ക് ഫസ്റ്റ് ആളാണ് അമിനോ ആൽക്കൈൽ ഈതർ. അമിനോ ആൽക്കൈൽ ഈതർ അതായത് ഒരു അമിനോ ഗ്രൂപ്പ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു ഈതർ, ഇതൊക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ഉള്ള ക്ലാസിഫിക്കേഷൻ. അത് ഏതൊക്കെ ഡ്രഗ്സ് ആണെന്ന് നോക്കാം. അപ്പൊ ജസ്റ്റ് നോക്കാം. ഡൈമെൻഹൈഡ്രനേറ്റ്, ഡൈഫെൻഹൈഡ്രമൈൻ, ഡോക്സിലമൈൻ. ഇത്രയും ഡ്രഗ്സ് ആണ് ഫസ്റ്റ് ജനറേഷനിലെ അമിനോ ആൽക്കൈൽ ഈതറിന്റെ അണ്ടറിൽ വന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. 3D അമ്മ, 3D അമ്മ, 3D ഗ്ലാസ് വെച്ച അമ്മ, അങ്ങനെ എന്തെങ്കിലും ഓർക്കാം. 3D അമ്മ, അമിനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വെച്ച് കൊടുക്കാം. 3D അമ്മ എന്ന് പറയുമ്പോ 3D ഉണ്ട്. അപ്പൊ 3D എന്ന് പറയുമ്പോൾ ഡൈമെൻഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ എന്താണ് ഡൈഫെൻഹൈഡ്രമൈൻ ഉണ്ട്, ഡോക്സിലമൈൻ ഉണ്ട്. ആ 3D വെച്ചിട്ട് അമിനോ ആൽക്കൈൽ ഈതർ ആണെന്നുള്ളത് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ആൾക്കാരാണ് എത്തിലീൻ ഡൈയമീൻ ഡെറിവേറ്റീവ്സ്. എത്തിലീൻ ഡൈയമൈൻ ഡെറിവേറ്റീവ്സ്. എത്തിലീൻ ഡൈയമൈൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ഈതൈൽ ഗ്രൂപ്പ് ഉണ്ടാകും, അതുപോലെ 2 അമൈൻ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്ന ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും എന്ത് എത്തിലീൻ ഡൈയമൈൻ ഡെറിവേറ്റീവ്സിന്റെ അണ്ടറിൽ വരുന്നത്. അത് ഏതൊക്കെ ഡ്രഗാണ്? ട്രൈപെല്ലനമൈൻ, പൈറിലമൈൻ, ട്രൈപെല്ലനമൈനും പൈറിലമൈനും എത്തിലീൻ ഡൈയമൈൻ ഡെറിവേറ്റീവ്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് ട്രൈപെല്ലനമൈനും പൈറിലമൈനും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അമിനോ ആൽക്കൈൽ ഈതർ, അത് ഡൈമെൻഹൈഡ്രനേറ്റ്, ഡൈഫെൻഹൈഡ്രമൈൻ, ഡോക്സിലമൈൻ. രണ്ടാമത് എത്തിലീൻ ഡൈയമൈൻ ഡെറിവേറ്റീവ്സ്, ട്രൈപെല്ലനമൈനും പൈറിലമൈനും. ഇനി നെക്സ്റ്റ് ഡെറിവേറ്റീവ് പിപ്പരാസിൻ ഡെറിവേറ്റീവ്. പിപ്പരാസിൻ ഡെറിവേറ്റീവ് പിപ്പരാസിൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോ ഓർക്കേണ്ടത് ഇസഡൈൻ വേണ്ടത് സൈക്ലിസിൻ, ഗ്ലൂക്ലിസിൻ, മെക്ലിസിൻ. ആ ഒരു ഇസഡൈൻ ആ ഒരു വിധം വെച്ചിട്ട് പിടിക്കുക. സൈക്ലിസിൻ, മെക്ലിസിൻ, ബ്യൂക്ലിസിൻ. ഇതാണ് നമ്മുടെ പിപ്പരാസിൻ ഡെറിവേറ്റീവ്. പിപ്പരാസിൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സൈക്ലിസിൻ, മെക്ലിസിൻ, ബ്യൂക്ലിസിൻ, അതുപോലെ തന്നെ ക്ലോർസൈക്ലിസിൻ. അപ്പൊ ഇവിടെ എല്ലാത്തിലും ഇസ്രൈൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് സിമ്പിളാ പഠിക്കാനായിട്ട് പിപ്പരാസിൻ ഡെറിവേറ്റീവ്സ്. അപ്പൊ ഈ പൈപ്പരാസിൻ ഡെറിവേറ്റീവിന് ഇതിന്റെ മെയിൻ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കാം അല്ലെ. പൈപ്പരാസിൻ ഇത് ജസ്റ്റ് സ്ട്രക്ചർ പറയുമ്പോൾ ഞാൻ പറയാം, എന്നാലും ഒന്നും കൂടി എക്സ്ട്രാ ആയിട്ട് പറയണേണ്. പൈപ്പരാസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കാം, ഒരു പൈപ്പ് ഇങ്ങനെ പോയി, അത് ഒരു NH നിന്ന് നമ്മൾ ഒരു പൈപ്പ് ഇട്ട് അടുത്ത NH വരെ, ഈ NH നിന്ന് ആദ്യത്തെ NH വരെ വേറൊരു പൈപ്പ് ഇട്ട്, അതാണ് പൈപ്പരാസിൻ. പൈപ്പരാസിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർക്കാം, ഒരു NH ഉണ്ട്, ആ NH നമ്മൾ ഒരു പൈപ്പ് ഇട്ട് അടുത്ത NH വരെ, അടുത്ത NH വീണ്ടും ഒരു പൈപ്പ് ഇട്ട് രണ്ടാമത്തെ NH വരെ, അങ്ങനെയാണ് നമുക്ക് പൈപ്പരാസിൻ. ഇതാണ് ബേസിക് ന്യൂക്ലിയസ് പൈപ്പരാസിൻ. അപ്പൊ ഈ സൈക്ലിസിൻ, ബിക്ലിസിൻ, മെക്ലിസിൻ എന്നൊക്കെ പറഞ്ഞ ഈ ഇസഡൈൻ വരുന്നത് എല്ലാത്തിനും എന്തുണ്ട്, ഈ പൈപ്പരാസിന്റെ ഈ റിങ് ഉണ്ടാവും. ഈ റിങ് ആയിരിക്കും ബേസിക് റിങ്. ഈ റിങ്ങിൽ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ റിങ് ഒന്ന് ഭംഗിയാക്കുമ്പോ ഈ ഇസഡൈനുള്ള എല്ലാ കോമ്പൗണ്ടും നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്രൊപ്പൈൽ അമൈൻ ഡെറിവേറ്റീവ്സ് അടുത്ത ക്ലാസ്. അതായത് പ്രൊപ്പൈൽ അമൈൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു അമൈൻ കൂടിയ ഡ്രഗ്സ് അല്ലേ. അമൈൻ കൂടിയ ഡ്രഗ്സ് ഏതായിരിക്കും? ക്ലോർഫെനറമൈൻ. അതേപോലെ വേറൊരു ഡ്രഗ്, ഈ ക്ലോർ എടുത്ത് കളയാം, ഫെനറമൈൻ. പിന്നെ ട്രൈപോഡ് എന്നൊക്കെ ഓർക്കാം. അപ്പൊ ട്രൈപോളിഡിൻ. ഇതാണ് പ്രൊപ്പൈൽ അമൈൻ ഡെറിവേറ്റീവ്സിൽ വന്നത്. ഇനി അടുത്ത ഡെറിവേറ്റീവ്സ് ആണ് ഫീനോതയാസിൻ ഡെറിവേറ്റീവ്സ്.
തയാസിൻ ഡെറിവേറ്റീവ്സ്. ഫീനോതയാസിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ 2 ഡ്രഗ് ആണ് വരുന്നത്. അത് നമ്മൾ ഓർക്കുന്നത് ഫീനോ, അപ്പൊ പി എന്ന ലെറ്റർ കൊടുക്കാം. തയാസിൻ, അപ്പൊ ടി എന്ന ലെറ്റർ കൊടുക്കാം. എന്നിട്ട് പി എന്ന ലെറ്ററും ടി എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണ 2 ഡ്രഗ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് പ്രോമെത്താസിൻ. ഇനി രണ്ടാമത്തെ ഡ്രഗ് എന്ന് പറയുന്നത് ട്രൈമെപ്രാസിൻ. ഇതാണ് രണ്ടാമത്തെ ഡ്രഗ്. പി എന്ന ലെറ്റർ ഓർക്കുക, ടി എന്ന ലെറ്റർ ഓർക്കുക. പി ഫോർ പ്രോമെത്താസിൻ, ടി ഫോർ ട്രൈമെപ്രാസിൻ. ഈ 2 ഡ്രഗ് ആയിരിക്കും ഫീനോതയാസിൻ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഡൈബെൻസോ സൈക്ലോഹെപ്റ്റഡിൻ. ഡൈബെൻസോ സൈക്ലോഹെപ്റ്റഡിൻ എന്ന് പറയുമ്പോൾ ഈ ഹെപ്റ്റഡിൻ എന്ന് പറഞ്ഞ വാക്ക് ഓർക്കുക, പിന്നെ CYU ഓർക്കുക. ഇത് വെച്ച് തുടക്കം വരുന്നതായിരിക്കും സിപ്രോഹെപ്റ്റാഡിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗ്. അപ്പൊ ഹെപ്റ്റഡിൻ, അപ്പൊ സിപ്രോഹെപ്റ്റഡിൻ, സൈക്ലോഹെപ്റ്റഡിൻ, സിപ്രോഹെപ്റ്റഡിൻ, ആ ഒരു ഇതും വെച്ച് ഓർക്കാം. നെക്സ്റ്റ് അസാറ്റാഡിൻ, ഹെപ്റ്റാഡിൻ, അസാറ്റാഡിൻ. അപ്പൊ അതായിരിക്കും നെക്സ്റ്റ് ഡ്രഗ് വരെ. അപ്പൊ സിപ്രോഹെപ്റ്റാഡിൻ, അസാറ്റാഡിൻ, അതൊക്കെ ഏതാണ്? ഡൈബെൻസോ സൈക്ലോഹെപ്റ്റഡിൻ എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഹിബിഷൻ ഓഫ് ഹിസ്റ്റമിൻ റിലീസ് ആണ്. ഹിസ്റ്റമിന്റെ റിലീസിന്, അതായത് മാസ്റ്റ് സെൽസിന്നും ബേസോഫിൽസി, യോസിനോഫിൽസി എന്നൊക്കെ റിലീസ് ചെയ്യണ ഹിസ്റ്റമിന്റെ അവിടനെ തടയുന്ന ഒരു ഡ്രഗ്, ഒരൊറ്റ ഡ്രഗേ ഉള്ളൂ, ക്രോമോലിൻ സോഡിയം. ഈ ഒരു ഡ്രഗ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ക്രോമോലിൻ സോഡിയം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി വരുന്നത് സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് ആണ്. സെക്കൻഡ് ജനറേഷൻ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളോട്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. സിട്രിസിൻ, ലോറാറ്റാഡിൻ, ആസ്റ്റെമിസോള്, ടെർഫെനാഡിൻ. ഈ ഡ്രഗ്സ് ഒക്കെയാണ് സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റമിന്റെ ക്ലാസിഫിക്കേഷനാണ്. സിട്രിസിൻ, ലോറാറ്റാഡിൻ, ആസ്റ്റെമിസോൾ, ടെർഫെനാഡിൻ. ഇനി നമുക്ക് ജനറൽ സ്ട്രക്ചറിലായിട്ടുള്ള അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ഡ്രഗ് നമ്മൾ എന്താ പറഞ്ഞ അമിനോ ആൽക്കൈൽ ഈതറില. അപ്പം 3D അപ്പൊ ഫസ്റ്റ് ആരാർന്ന് ഡി വരുമ്പോ ഡൈഫെൻ ഹൈഡ്രമിൻ അല്ലെ. അതാണ് നമുക്ക് ഫസ്റ്റ് ഡ്രഗ് ഡൈഫെൻ ഹൈഡ്രമിൻ ഹൈഡ്രോക്ലോറൈഡ്. അപ്പൊ അമിനോ ആൽക്കൈൽ ഈതർ ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോ എല്ലാ ഡ്രഗിനും ഒരു ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അമിനോ ആൽക്കൈൽ ഈതറിന്റെ സ്ട്രക്ചർ എന്താന്ന് നോക്കാം. അതായത് ജനറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ. അമിനോ ആൽക്കൈൽ അല്ലേ. അപ്പൊ ഒരു അമിനോ ഉണ്ടാവും, ഒരു ആൽക്കൈൽ ഉണ്ടാവും, ഒരു ഈതർ ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ അമിനോ ഗ്രൂപ്പ് NO എന്നത്. ഇതൊരു അമിനോ ഗ്രൂപ്പാണ്. നമുക്ക് അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഈതർ എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു R ഗ്രൂപ്പ്, പിന്നെ OR. അതായത് ഈതറിന് ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ROR ഫോം ആണ്. ഇവിടെ വരില്ലേ, ഇത് മൊത്തം നമുക്കൊരു R ഫോമിലോട്ട് എടുക്കാം. ഇതൊരു O, നടുക്കൊരു O വന്ന്, പിന്നെ ബാക്കിയുള്ള ഈ ടേം മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു R ഫോമിലുള്ള. അപ്പൊ ROR ഫോമിൽ വന്നപ്പോ ഇതൊരു ഈതർ. അപ്പൊ അമിനോ ആൽക്കൈൽ ഈതർ എന്ന് പറയുമ്പോൾ ഇത് അമൈൻ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ഈതറും ഉണ്ട്, ROR. അങ്ങനെ നമുക്ക് അമിനോ ആൽക്കൈൽ ഈതർ വരാം. ഇനി ഫസ്റ്റത്തെ ഡ്രഗ് ഏതാ? ഡൈഫെൻ ഹൈഡ്രമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് ഫസ്റ്റ് ഡ്രഗ്. അപ്പൊ ഡൈഫെൻ ഹൈഡ്രമൈൻ ഹൈഡ്രോക്ലോറൈഡില് നമുക്ക് ഈ ആറിന് പകരം അമിനോ ഗ്രൂപ്പിലോട്ട് എന്ത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കണേ? CH3 ഗ്രൂപ്പ് അല്ലെ. NCH3 പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് വന്ന് ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഈതർ എന്ന് വരുമ്പോൾ നോക്കിക്കോ, O വന്നിട്ട് ഇവിടെ ഈ സിയിലോട്ട് ഏതൊക്കെ ഗ്രൂപ്പ് വേണമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? സിയിലോട്ട് രണ്ട് അരയൽ ഗ്രൂപ്പും വേണം, ഒരു R ഗ്രൂപ്പും വേണം എന്ന് പറഞ്ഞു. അരയൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 ഫിനൈൽ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ എന്ത് R ഗ്രൂപ്പിന് നമ്മൾ എന്താ ഇവിടെ ഒരു H ആണ് വെച്ചേക്കുന്നത്.
അല്ലെ? അങ്ങനെയാണ് നമുക്ക് എന്താ ഡൈഫെൻ ഹൈഡ്രമിൻ. അപ്പൊ ഡൈഫെൻ ഹൈഡ്രമിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, N എടുക്കാം. അമിനോ ആൽക്കൈൽ ഈതറിലാണ് ഡൈഫെൻ ഹൈഡ്രമിൻ എന്ന് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അമിനോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഓർക്കാം, CH3 അമിനോ. ഇനി ആൽക്കൈൽ എന്ന് പറയുമ്പോൾ CH2 ഒരു ആൽക്കൈൽ ചെയിൻ വേണ്ടി നോക്കാം, CH2. ഈ ഈതറാണ്. അപ്പൊ O വന്നിട്ടാണ് ഇപ്പുറത്ത് വരിക, O വന്നു. എന്നിട്ട് ഇനി ഈതർ വരുമ്പോ ഒരു C വന്നു. സിയിലോട്ട് എന്തുണ്ട്? 2 അരയൽ ഗ്രൂപ്പും ഉണ്ട്, പിന്നെ ഒരു R ഗ്രൂപ്പും അല്ലേ. അരയൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 2 ഫിനൈൽ റിങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ആറിന് വരെയുള്ള ഒരു H ഇട്ട് കൊടുക്കുക. അപ്പൊ ഡൈഫെൻ ഹൈഡ്രമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോട്ട് H ചെയ്തിട്ട് കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഡൈഫെൻ ഹൈഡ്രമിൻ ഹൈഡ്രോക്ലോറൈഡ് സ്ട്രക്ചർ. ഇനി ഇതിന്റെ സിന്തസിസ് നോക്കാം. സിന്തസിസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ, ഇതാണ് ഡൈഫെൻ ഹൈഡ്രമിന്റെ സ്ട്രക്ചർ ഇതല്ലേ. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഫിനൈൽ റിങ്ങും CH ഉണ്ട്. അപ്പൊ ഇതേ ഒരു സ്ട്രക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റിയാക്ടന്റ് ആയിരിക്കണ്ടേ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് റിയാക്ടന്റ് ആയിട്ട് എടുക്കാം നമുക്ക് അല്ലെ. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു സാധനം കിട്ടണം. ഈ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, റിയാക്ടന്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പുള്ള റിയാക്ടന്റ് എടുത്ത്, അതാണ് നമ്മുടെ ഈ ഒരു റിയാക്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഈ റിയാക്ടന്റ് നമ്മൾ ബ്രോമിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്ത് 2 H ഒക്കെ ആയി. ബ്രോമിൻ നമുക്ക് BR2 എന്നൊക്കെ ഇങ്ങനെ എഴുതാം, BR ഇങ്ങനെ ഒരു ഇതിലെ ട്രീറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു Hഉം ഈ ഒരു BRഉം കൂടി HBr ആയിട്ട് ചാടിപ്പോയി. ബാക്കി ആരുണ്ട്? ഈ BR H കൂടി HBr ആയി പോകുമ്പോൾ ഈ ബാക്കി BR എന്ത് ചെയ്യും, ഇവിടെ വന്ന് കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ ഇരിക്കും. അപ്പൊ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും? CHBr ആയിരിക്കും അല്ലെ, CHBr. ഇനി നമുക്ക് അടുത്ത, അതായത് ഈ ഒരു പാർട്ട് നമ്മൾ എടുത്ത് ഇതിനെ നമ്മൾ കൊണ്ടുവന്നു CHBr ആയിട്ട് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന് നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടണം. ഈ ഒരു പാർട്ട് ആകുമ്പോൾ സെയിം ഇത്രയും തന്നെ നമ്മൾ അടുത്ത റിയാക്ഷൻ ആയിട്ട് എടുക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ എടുക്കാം, എന്നിട്ട് BR ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് വേണം. ഈ ഒരു പാർട്ടിന് നമ്മൾ സെയിം തന്നെയല്ലേ വന്നേക്കണേ, N CH2 O ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ ഈ Oയ്ക്ക് കറക്റ്റ് ആയിട്ട് ഒരു H കൂടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, HBrനെ വീണ്ടും കളയുക. അതായത് ഇവിടെ നിന്ന് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് വീണ്ടും നമുക്ക് HBr എലിമിനേറ്റ് ആയി പോകും. HBr എലിമിനേറ്റ് ആയി പോയി ബാക്കി എല്ലാം കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റ് കിട്ടി? നമ്മുടെ ഡൈഫെൻ ഹൈഡ്രമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നും കൂടി പറയണോ? അതായത് നമുക്ക് ഈ ഒരു ആദ്യം തന്നെ ഇതെടുക്കാം, ഈ സെയിം റിയാക്ടന്റ് CH2 BR2 ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് HBr ഇവിടുന്ന് പോകും. എന്നിട്ട് ബാക്കി വരുന്നത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് കൊടുക്കുക. ഈ ഓയിന്റെ ഇവിടെ ഒരു H ഇടാം, നമുക്ക് വീണ്ടും ഒരു HBrനെ കളയണം. അപ്പൊ ഈ ഓയിന്റെ ഇവിടെ ഒരു H കൂടി ഇടാം. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു HBr കളയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ട് ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പേ ഉള്ളൂ ഈ റിയാക്ഷൻ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷനാണ്. നമുക്ക് പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ഷൻ അത് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ട സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അമിനോ ആൽക്കൈൽ ഈതറില രണ്ടാമത്തെ D അല്ലെ, സെക്കൻഡ് ഡ്രഗ് അതേതാണ്? ഡൈമെൻ ഹൈഡ്രനേറ്റ്. അപ്പൊ നമ്മള് ജനറൽ സ്ട്രക്ചർ ഏതാ പറഞ്ഞത്? അമൈൻ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്, പിന്നെ O വന്നിട്ട് വന്ന ഈതർ ഗ്രൂപ്പ് ഉണ്ടെന്ന്. സെയിം സ്ട്രക്ചർ ഉണ്ടായി. നമുക്ക് നേരത്തെ ഡൈഫെൻ ഹൈഡ്രമിന്റെ അതേ സ്ട്രക്ചർ തന്നെ നമുക്ക് വരക്കാം അല്ലെ. NCH3CH2 O C, പിന്നെ ഈ 2 അരയൽ ഗ്രൂപ്പ് 2 ഫിനൈൽ റിങ്, Rന് പകരം H. സെയിം സ്ട്രക്ചർ വരക്കാം. ഡൈമെൻ ഹൈഡ്രനേറ്റ് ആണ്. സോ ഡൈമെൻ ഹൈഡ്രേറ്റ് വ്യത്യാസം എന്താ? ഇവിടെ വേറൊരു കോംപ്ലക്സ് സ്ട്രക്ചർ വരും. മെന്നൊക്കെ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് ചിന്തിക്കുക. അപ്പൊ ഇവിടെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ വരുന്നത് കിട്ടും. അതായത് ഇവിടെ ഒരു ബെൻസിൻ റിങ്, അതുപോലെ വേറൊരു റിങ് 5 മെമ്പർ റിങ് വേറെ വരുന്നുണ്ട്. തല തിരിച്ചൊരു വീട് വരക്കാം ബെൻസിന്റെ ഒപ്പം തന്നെ. എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്നത്, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ വരും, NCH3, വീണ്ടും ഒരു ഡബിൾ ബോണ്ടോ NCH3, അങ്ങനെ വരാം. ആദ്യം ബെൻസിൻ റിങ് അതൊക്കെ നമ്മൾ വേണമെങ്കിൽ വരച്ച് കാണിച്ചില്ല. ഇതൊരു ബെൻസിൻ റിങ്, ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ടോ, ഇവിടെ ഇത് ബെൻസിൻ റിങ്, ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ, ഇവിടെ NCH3, വീണ്ടും ഒരു ഡബിൾ ബോണ്ടോ, വീണ്ടും NCH3 വരച്ചല്ലോ. അതേപോലെ നമുക്ക് ഇവിടെ ഒരു വീട് തലകുണിച്ച് വരക്കാം. വീട് തലകുണിച്ച് വരക്കുമ്പോൾ ആ കുണിച്ചിരിക്കുന്നിടത്ത് NH എടുക്കാം. NH,
പിന്നെ ഈ ഒരു കള്ളി വിട്ടിട്ട് ഇവിടെ ഒരു N. അപ്പൊ ഈ വിട്ട സ്ഥലം എന്താണ്? പൂരിപ്പിക്കുക. CL പൂരിപ്പിക്കുക. എന്നിട്ട് ഇവിടെ 2 ബോണ്ട് വരക്കുക. ഇതാണ് നമ്മുടെ ഡയമണ്ട് ഹൈഡ്രേറ്റിൽ ഒരു സ്ട്രക്ചർ, ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ കൂടി അതിന്റെ ഒപ്പം വരും. സെയിം ഡൈഫൈൻ ഹൈഡ്രേറ്റിനെ എഴുതാം, എന്നിട്ട് മെന്നാർ കോംപ്ലക്സോ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ കൂടെ അതിന്റെ അടുത്തത്. അങ്ങനെ ഡയമണ്ട് ഹൈഡ്രനേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരും. ഇനി നെക്സ്റ്റ് പിപ്പരാസിൻ ഡെറിവേറ്റീവ് പറഞ്ഞു. സോറി, ഡയമണ്ട് ഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉണ്ട് എത്തിലീൻ ഡയമണ്ട് അല്ലെ. എത്തിലീൻ ഡയമണ്ടിന്റെ ജനറൽ സ്ട്രക്ചർ ഏതാണ്? നമ്മൾ എന്തില്ലേ 2 ഡൈ അമീൻ ഇതൈൽ ഗ്രൂപ്പാണ് CH2CH2. ഡൈ അമീൻ എന്ന് പറയുമ്പോൾ 2 അമൈൻ ഗ്രൂപ്പ് ഉണ്ട്. അതാണ് എത്തിലീൻ ഡയമീന്റെ ജനറൽ സ്ട്രക്ചർ ആണിത്. അപ്പൊ ഈ ഒരു ബേസിക് സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും ഇനി വരുന്ന ഡ്രഗ് വരാം. അപ്പൊ ഫസ്റ്റ് എന്താണ്? ട്രൈപെല്ലനമൈൻ ഹൈഡ്രോക്ലോറൈഡ്. ട്രൈപെല്ലനമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 അമൈൻ ഗ്രൂപ്പ് ഉണ്ട്. CH2 ട്വൈസ്, അതായത് CH2 ഉണ്ട്. ഈ N, ഈ 2 H പകരം നമ്മൾ എന്ത് എഴുതി? CH3 എന്ന് പറയും. 2 മിഥൈൽ ഗ്രൂപ്പാണ് എന്നിലായിട്ട് അറ്റാച്ച് ചെയ്ത്. ഇനി ഇപ്പുറത്തെ NH2 വരും. ഇവിടെ N എഴുതിയിട്ട് ഈ 2 H വരെ എന്തുണ്ട്? ഒരു ബെൻസീൻ റിംഗും വന്ന് പിന്നെ CH2 ബെൻസീൻ റിംഗും വന്ന്. ഇതാണ് ട്രൈപെല്ലനമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ N വരെ ഈ N എഴുതിയിട്ട് 2 H വരെ CH3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ NH2 ഈ H2 വരെ ഒരു പിരിഡിൻ റിംഗ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു CH2 ഒരു ബെൻസീൻ റിംഗ് ഇട്ട് കൊടുക്കുക. ഇതാണ് എത്തിലീൻ ഡയമീൻ. നെക്സ്റ്റ് പിപ്പരാസിൻ ഡെറിവേറ്റീവ്സ്. പിപ്പരാസിൻ എന്ന് പറഞ്ഞാൽ ബിസിന് വന്ന് സൈക്ലിസിൻ, മെക്ലിസിൻ, ക്ലോർസൈക്ലിസിൻ, ബ്യൂക്ലിസിൻ അതൊക്കെ ആയിരിക്കും. പിപ്പരാസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പിപ്പരാസിൻ എന്ന് പറയും. പൈപ്പരാസിൻ ആവുമ്പോൾ NH കൂടി ഒരു പൈപ്പിട്ട് വേറൊരു NH-ലെത്തി. ആ NH വീണ്ടും പൈപ്പിട്ട് പഴയ NH-ലെത്തി. നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഈ ഒരു ബേസിക് ന്യൂക്ലിയസ് ഇവിടെ വന്ന. സോ ഈ ഇതിനെ ഞാൻ തിരിച്ചിട്ട് എഴുതിയതാണ്. ഈ ന്യൂക്ലിയസ് തന്നെയാണ് ഇത്. കണ്ട, അത് ഞാൻ ഇതിന് തിരിച്ചിട്ട് എഴുതി. മനസ്സിലാ? ഇതിങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. N ഇതിങ്ങനെ തിരിച്ചിട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഈ N എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് വരച്ചിട്ട് 2 ബെൻസിൻ, ഒരു T ജംഗ്ഷൻ പോലെ, ഒരു ജംഗ്ഷൻ പോലെ വരക്കാം. എന്നിട്ട് ഒരു ക്ലോറോബെൻസീനും പിന്നെ ആ തൂങ്ങിക്കിടക്കുന്ന ഒരു ബെൻസീനും കൂടെ വരക്കാം. ഇപ്പുറത്ത് എന്താ? NCH3. ഇതാണ് ക്ലോർസൈക്ലിസിൻ. ക്ലോർസൈക്ലിസിൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലോറിൻ വരാം. ബെൻസീനിന്റെ അറ്റത്ത് ക്ലോറിൻ വരാം. പിപ്പരാസിൻ റിംഗില് ഒരു N കൂടി ബെൻസീൻ റിംഗും ക്ലോറിനും തൂങ്ങിക്കിടക്കുന്ന ഒരു ബെൻസീനും. ഇപ്പുറത്ത് എന്ത് ചെയ്യും? NCH3. ഇതാണ് ക്ലോർസൈക്ലിസിന്റെ സ്ട്രക്ചർ വരിക. ഇനി അടുത്തത് മെക്ലിസിൻ ഹൈഡ്രോക്ലോറൈഡ്. ക്ലോർസൈക്ലിസിന്റെ മെക്ലിസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ഇത് തന്നെ. ഇങ്ങനെ ഈ റൈറ്റ് സൈഡിലുള്ള സ്ട്രക്ചർ ഒക്കെ സെയിം ആണ്. N ഒരു ക്ലോറിനും ബെൻസിനും പിന്നെ ബെൻസിനും ഒരു T ജംഗ്ഷൻ പോലെ വന്നു. ഇനി ഇപ്പോഴത്തെ എന്ത് ചെയ്യും? ഇവിടെ വരുന്നത് നമുക്ക് CH2 വെച്ചിട്ട് തീർന്നു. ഇവിടെ വരുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ്. NCH2 ഒരു ബെൻസിൻ വീണ്ടും CH3. ഇങ്ങനത്തെ ആയിരിക്കും എന്ത്? മെക്ലിസിൻ ഹൈഡ്രോക്ലോറൈഡിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് നമുക്ക് ഒരു ഡ്രഗ് ഉണ്ട് പിപ്പരാസിൻ ഡെറിവേറ്റീവില്. അതേതാ? ബ്യൂക്ലിസിൻ. മെക്ലിസിൻ വരെയാണ് നമ്മളിപ്പോ എഴുതിയത്. ഈ നെക്സ്റ്റ് ഡ്രഗ് വരുന്നത് ബ്യൂക്ലിസിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ബ്യൂക്ലിസിൻ എന്ന മെക്ലിസിന്റെ സെയിം സ്ട്രക്ചർ, വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ പിപ്പരാസിൻ റിംഗ് വരക്കുക, എന്നിട്ട് T ജംഗ്ഷൻ വരക്കുക. T ജംഗ്ഷന്റെ ഇവിടെ ഒരു ബെൻസിൻ റിംഗ്, ഇവിടെ ഒരു ബെൻസിൻ റിംഗ്, ഇവിടെ ഒരു ക്ലോറിൻ റിംഗ്. എന്നിട്ട് CH2 ബെൻസിൻ റിംഗ്, CH3. ഇതായിരുന്നു നമ്മുടെ മെക്ലിസിന്റെ സ്ട്രക്ചർ ഇത്രയായിരുന്നു. ഇനി നമുക്ക് ബ്യൂക്ലിസിന്റെ സ്ട്രക്ചർ ഇതാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു വരയിട്ട് ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3 ഇത്ര എടുക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്യൂക്ലിസിന്റെ സ്ട്രക്ചർ കിട്ടും. അപ്പൊ ഇതാണ് മെക്ലിസിന്റെ സ്ട്രക്ചർ. ജസ്റ്റ് ഒരു വരയിട്ട് CH3 ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂക്ലിസിന്റെ സ്ട്രക്ചർ കിട്ടും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ പ്രൊപ്പൈലമൈൻ ഡെറിവേറ്റീവ്. പ്രൊപ്പൈലമൈൻ ഡെറിവേറ്റീവിലെ ഫസ്റ്റ് ഡ്രഗ് ഏതാണ്? ക്ലോർഫെനറമൈൻ മാലേറ്റ്. ക്ലോർഫെനറമൈൻ മാലേറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ജനറൽ സ്ട്രക്ചർ വരിക. ക്ലോർഫെനറമൈന്റെ ജനറൽ സ്ട്രക്ചർ ആണ് ഇത്. ഇതില് പ്രൊപ്പൈലമൈൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു അമൈൻ ഉണ്ട്. പ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 3 C. അപ്പൊ 1, 2, 3. ഇവിടെ ഒരു C ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്. ഈ ഒരു C ഒരു 3 C പ്രൊപ്പൈല്.
ഇതിലോട്ട് ഒരു ബെൻസീറിംഗ് വന്ന് ഇവിടെ ഒരു ആർ ഗ്രൂപ്പ് വന്ന്. ഇതാണ് പ്രൊപ്പൈൽ അമൈൻ ഡെറിവേറ്റീവിന്റെ ജനറൽ സ്ട്രക്ചർ. ഇനി ഇതിന്റെ തന്നെ നമ്മൾ ക്ലോർഫെൻഡ്രമൈൻ വാലേറ്റ് എന്ന് പറയുമ്പോൾ ഈ വന്ന ആറിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇവിടെ സി എൽ ആക്കിയത്. സെയിം ജനറൽ സ്ട്രക്ചർ ആറിന് റീപ്ലേസ് ചെയ്ത് സി എൽ ആക്കിയ ഏത് ഡ്രഗ് കിട്ടും? നമുക്ക് ക്ലോർഫെൻഡ്രമൈൻ വാലേറ്റ് കിട്ടും. ഇനി അടുത്ത ഡ്രഗാണ് ട്രൈപ്പോളിഡിൻ. ട്രൈപ്പോളിഡിൻ എന്ന് പറയുമ്പോൾ ഇതേ സ്ട്രക്ചർ തന്നെ. അതില് ട്രൈപ്പോളിഡിൻ ഇതെന്ന് പറയുമ്പോൾ നമ്മള് എൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ CH3 അല്ലേ, അതിന് പകരം എൻ സ്റ്റക്കിനെ പൈറോളിഡിൻ റിങ്. അതായത് നമുക്ക് ഇതിൽ പൈറോളിഡിൻ റിങ്, ഇവിടെ CH3 എന്ന് പറഞ്ഞാൽ എണ്ണയെ തുറന്നെത്തേക്കണമെങ്കിൽ ഈ എണ്ണയെ ഒരു പൈറോളിഡിൻ റിങ്ങില് സ്റ്റക്ക് ചെയ്തിരിക്കുക. അതിന് ട്രൈപ്പോളിഡിൻ. ലിഡിൻ എന്ന് പറയുമ്പോൾ ഒരു പൈറോളിഡ്, ഇതാണ് പൈറോളിഡിൻ സ്ട്രക്ചർ. ഇതിലോട്ട് എണ്ണിനെ നമ്മൾ സ്റ്റക്ക് ചെയ്തിരിക്കുക. അപ്പൊ സെയിം സ്ട്രക്ചർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ട്രൈപ്പോളിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബന്ധം കൂടുതലുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും. പിന്നെ ഡിൻ അല്ലേ ട്രൈപ്പോളിഡിൻ, ഒരു പിരിഡിൻ റിങ് വരും ഓർക്കാം. അതുപോലെ പൈറോളിഡിൻ, ഒരു ട്രൈപ്പോളിഡിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതില് പൈറോളിഡിൻ സ്ട്രക്ചർ വരും എന്നില്. അതേപോലെ ഇവിടെ നിന്ന് തൂങ്ങിട്ട് ഇവിടെ ബെൻസീറിങ്ങിന് വരെ എന്തുണ്ട്, ഒരു പിരിഡിൻ റിങ് വരും ചോദിക്കാം. പിന്നുള്ളത് സെയിമാ. ഇവിടെ നിന്നിട്ട് ഈ ക്ലോറിന് പകരം ഇവിടെ എന്ത് വരും, CH3 വരും. ഇതാണ് നമ്മുടെ ട്രൈപ്പോളിഡിൻ. ഇതിന്റെ സിന്തസിസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ ട്രൈപ്പോളിഡിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സിന്തസിസ് കണ്ട പോലെ തന്നെ ഇവിടത്തെ സ്ട്രക്ചർ നമ്മുടെ പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ട്രൈപ്പോളിഡിൻ എന്ന് പറയുമ്പോൾ N ഉണ്ടാവും, പ്രൊപ്പൈൽ അമൈൻ ഇങ്ങനെ ആയിരിക്കും. പ്രൊപ്പൈൽ അമൈൻ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ്, ലാസ്റ്റ് ഒരു അമൈൻ ഗ്രൂപ്പ്, ലാസ്റ്റ് അമൈൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NCH3. പക്ഷെ ട്രൈപ്പോളിഡിൻ ആവുമ്പോ പൈറോളിഡിൻ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ എന്നിന് എന്തായിരിക്കും, ഒരു വീട്ടിലകപ്പെട്ട് ഒരു പൈറോളിഡിൻ സ്ട്രക്ചറിലായിരിക്കും N അകപ്പെട്ടിരിക്കുക. അങ്ങനെ അപ്പൊ ഈ ഒരു അറ്റം കിട്ടി നമുക്ക്. പിന്നെന്താണ്, ട്രൈപ്പോളിഡിൻ നമുക്ക് കുറച്ചും കൂടി അങ്ങ് ഭയങ്കര ബന്ധം കൂടുതലായിരിക്കും. ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. പിന്നെ ഡിൻ എന്ന് പറയുമ്പോൾ പിരിഡിൻ ഉണ്ട് അതിന്റെ അകത്ത്. അപ്പൊ ആ ഒരു പിരിഡിന്റെ സ്ട്രക്ചർ ആലോചിക്കുക. ഇതായിരിക്കും നമ്മുടെ ബേസിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ട്രൈപ്പോളിഡിന്റെ സ്ട്രക്ചർ. പ്രൊഡക്റ്റ് ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇതാണ് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വരുത്തണം. സോ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ എത്തിക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല, പകരം CH3 ബെൻസീറിൻ C ഡബിൾ ബോണ്ട് ഓഫ് CH3 എഴുതാം. ഇതിനാ വാട്ടറും പിന്നെ ഒരു പൈറോളിഡിൻ സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ കിട്ടണ്ടേ നമുക്ക്. സെയിം ആ സ്ട്രക്ചർ അവിടെ കൊണ്ടേ നമ്മൾ റിയാക്ടന്റിൽ വെക്കുന്നു. പൈറോളിഡിൻ സ്ട്രക്ചറും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ റിയാക്ഷൻ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വാട്ടർ മോളിക്യൂൾ ഇവിടുന്ന് ഒരു H, ഈ ഡബിൾ ബോണ്ട് ഈ ഒരു ഭാഗം നോക്കാം, ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് ഒരു H, അങ്ങനെ H2O, ഈ ഒരു ഓയും കൂടി പോകും. H2O എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് ഒരു ഓയും കൂടി ആയിട്ട് H2O റിലീസായി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ട്രക്ചർ ചെയ്താലോ, CH3 ബെൻസീറിങ് C ഡബിൾ ബോണ്ടോ, പിന്നെ ഇവിടുന്ന് ഒരു H പോയോണ്ട് CH2, പിന്നെ ഈ സിയില് 2 H CH2, ഈ H പോയി. അപ്പൊ ഇവിടെ N മാത്രമേ ഉള്ളൂ. ആ N പൈറോളിഡിൻ സ്ട്രക്ചറും. അപ്പൊ ഇങ്ങനെ ഓർക്കാം, ഈ സിയില CH3 ആണെങ്കിൽ ഇതിലത്തെ ഒരു H പോയി, ഈ ഒരു H പോയി, എന്നിട്ട് ഈ ഒരു O പോയി, ഈ ഒരു കോമ്പൗണ്ടിന് ഈ ഒരു O പോയി, ഈ ഒരു കോമ്പൗണ്ടിന് ഈ ഒരു H പോയി. അപ്പൊ H ഉം Oയും കൂടി H2 ആയിട്ട് പോയി. ബാക്കി ഇവിടത്തെ CH2, ഈ CH3 2 H ഉണ്ടല്ലോ, ബാക്കി CH2. ഇവിടെ ഒരു C അല്ലേ, ഈ സിയിൽ O അല്ലേ പോയത്. അപ്പൊ ബാക്കി ആൾക്കാരായ CH2, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ N ഒരു H പോയില്ലേ, ബാക്കി N ഉം ഈ റിംഗ് സ്ട്രക്ചറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഇതേ നമ്മള് ഒരു പിരിഡിൻ വന്നിട്ട് MgBr എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു Mg പ്ലസ് Br മൈനസ് എന്ന് പണ്ട് നമ്മൾ കെമിസ്ട്രി ഇങ്ങനെ പ്ലസ് മൈനസ് ഇട്ട് പിടിക്കില്ല. അപ്പൊ ഇവിടെ നിന്ന് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് എന്ന് വെച്ചു. അപ്പൊ ഈ പോസിറ്റീവ് ഈ നെഗറ്റീവിലോട്ട് അട്രാക്ട് ആയി. അങ്ങനെ നമുക്ക് റിയാക്ഷൻ കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓയിന്റെ കൂടെ എന്ത് വരും, ഒരു H വരും. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഈ C പ്ലസ് അല്ലേ, ഈ Br ഈ ഒരു ടോട്ടൽ നെഗറ്റീവ്, ഇത് പിരിഡിൻ സ്ട്രക്ചർ നെഗറ്റീവാ.
ഈ മൊത്തം നെഗറ്റീവ് എങ്ങനെ അട്രാക്ട് ചെയ്യും? ഈ പോസിറ്റീവിലോട്ട് കയറും. അപ്പൊ ഈ സിയിലോട്ട് എന്ത് വന്ന്? പിരിഡിൻ സ്ട്രക്ചർ വന്നു, ഇവിടെ OH വന്നു, എന്നിട്ട് ബാക്കി സെയിം തന്നെ, സെയിം വരും. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമുക്ക് വ്യത്യാസം വരുത്തണം. അപ്പൊ ഇവിടെ നമ്മൾ MGBR ട്രീറ്റ് ചെയ്ത് ഇത് പ്ലസ് സൈൻ വരും, ഇവിടെ നെഗറ്റീവ് സൈൻ വന്നു വെച്ചു. അങ്ങനെ ഈ ഒരു പാർട്ട് ഈ സിയിലോട്ട് കയറി ഈ മൈനസിലോട്ട് വരുന്നത് എന്ത് ചെയ്യും? MGBR ആണ്. പിന്നെ അത് MGBR എന്ത് ചെയ്യും? പോയിട്ട് OH വരുന്ന അവിടെ. എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് വീഡിയോ പോസ് ആയി പോയതാണ്. അപ്പൊ നമുക്ക് സിന്തസിസ് നമ്മൾ എവിടെ വരെയാ നോക്കിയത്? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ MGBR വന്ന് ഒരു പിരിഡിൻ റിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഈ MGBR എന്ന് പറയുന്നതും ഈ പിരിഡിൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജാ. ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിലോട്ട് അട്രാക്ട് ആവും. അപ്പൊ ഈ സിയിലോട്ട് എന്ത് വന്ന്? പിരിഡിൻ റിംഗ് അറ്റാച്ച് ചെയ്ത് വന്ന് ഈ MGBR ഓയിൽ വന്ന് O മൈനസ് ചാർജിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നും പോയിട്ട് അത് റിയാക്ഷൻ നടന്നിട്ട് എന്തായി? ഇവിടെ OH വന്ന്. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ കാരണം. ഈ പിരിഡിൻ സ്ട്രക്ചർ ഈ സിയിലോട്ട് വരാം, ഈ ഓയിന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? OH ആക്കി എടുക്കാം. എന്നിട്ട് അടുത്ത റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി അങ്ങനെ തന്നെ ഇടാം. ബാക്കി സെയിം തന്നെ. ഈ CH2 നമ്മൾ CHH ആയിട്ട് എഴുതിയതേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ആയിട്ട്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇവിടെ ഇത്രയും ഭാഗം കിട്ടി, പിരിഡിനെ നമ്മൾ എടുത്തു കൊണ്ടുവന്നു സ്ട്രക്ചറിൽ. ഇനി നമുക്ക് കിട്ടേണ്ടത് ബാക്കി ഇവിടുത്തെ ഒരു ഡബിൾ ബോണ്ടാണ്. ഇവിടെ ഡബിൾ ബോണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ OH ഇവിടുന്ന് പോകണം. ഈ OHഉം ഇവിടുത്തെ H കൂടി വാട്ടർ മോളിക്യൂൾ ആയിട്ട് എന്ത് ചെയ്യും? റിലീസ് ആവും. ഇവിടെ H2 എന്ന് പറയുന്ന ആ ഒരു വാട്ടർ മോളിക്യൂൾ പോകും. അപ്പൊ ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. ആ ബോണ്ടാണ് നമ്മുടെ ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് വന്നത്. ഇപ്പൊ നോക്കിയ സ്ട്രക്ചർ നമ്മുടെ എന്തെന്ന് ആ ഒരു പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ സിന്തസിസ്. അപ്പൊ നമുക്ക് ട്രൈപോളിഡിൻ കിട്ടി. ലാസ്റ്റ് വന്നത് നമുക്ക് ട്രൈപോളിഡിൻ കിട്ടും. കാര്യം എന്താ? സെയിം അല്ലേ വന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുത്തത് വാട്ടർ മോളിക്യൂളും എടുത്ത്, പിന്നെ ഈ ഒരു പൈറോളിഡിന്റെ സ്ട്രക്ചർ എടുത്ത്, പിന്നെ ഈ ഒരു പാർട്ടും എടുത്ത്, എന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ഇവിടെ വാട്ടർ മോളിക്യൂളും H2O റിലീസ് ചെയ്ത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചപ്പോ നമുക്ക് എന്ത് ചെയ്ത്? ഈ ഒരു ഫസ്റ്റ് റിയാക്ഷൻ സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? MGBR ആയിട്ടും പിരിഡിൻ റിംഗ് ആയിട്ടും ട്രീറ്റ് ചെയ്യുമ്പോൾ പിരിഡിൻ റിംഗ് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് അട്രാക്ട് ആയി അങ്ങനെ സിയിൽ പിരിഡിൻ റിംഗ് വന്നു. എന്നിട്ട് ഇവിടെ OH വന്ന് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് കിട്ടണം. ഈ ഡബിൾ ബോണ്ട് കിട്ടാൻ നമ്മൾ ഡീഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യണം. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ മോളിക്യൂളിന് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂളാണ് ഡീഹൈഡ്രേഷൻ. ഇപ്പൊ ഡീഹൈഡ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്? ഇവിടുത്തെ OHഉം ഈ CH2 ഒരു Hനെ എടുത്ത് നമ്മൾ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഇവിടുത്തെ OH പോകുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെയാണ് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ചെറിയ അപ്ലോഡിങ് ഇഷ്യൂസ് കാരണം നമുക്ക് ആ ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ബാക്കി കുറച്ച് പോർഷൻസും കൂടി ഉണ്ട്. അതായത് പ്രൊമത്താസിൻ ഹൈഡ്രോക്ലോറൈഡും അതിന്റെ സിന്തസിസ് ഒക്കെ ഉള്ള ബാക്കി പോർഷൻസും, പിന്നെ H2 റിസപ്റ്റേഴ്സ്, ആന്റിഹിസ്റ്റമിൻസിന്റെ H2 ബ്ലോക്കേഴ്സും കൂടി ഉള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.